ഫ്ലാഷ് ബാക്ക്. വിജയുടെ കഥാപാത്രം എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന കഥാപാത്രത്തിനെ തീർക്കാനായിട്ട് ഈ വില്ലന്മാർ ഓർ കൈൻഡ് ഓഫ് ഇതിനകത്ത് വരുന്ന ടെററിസ്റ്റുകൾ തന്നെ വിടുന്ന മറ്റൊരു ക്ലോണാണോ ഓർ കൈൻഡ് ഓഫ് ഇദ്ദേഹത്തിന് തന്നെ DNA ഉപയോഗിച്ച് ഉണ്ടാക്കിയേക്കുന്ന ഒരു രൂപമാണോ എന്നുള്ളൊരു കാര്യം പോലും ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഡേ VP എന്നടാ പണി വെച്ചിരിക്കെ 400 കോടിയിടാ 400 കോടി. അതിനകത്ത് 200 കോടി വിജയ്ക്ക് പോട്ടെ, ബാക്കി 200 കോടിയുടെ ബഡ്ജറ്റിലുള്ള ഗോട്ട് എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ ആണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. ഒരുപാട് റിവ്യൂസുകൾ കണ്ട് തലയ്ക്ക് പ്രാന്തായിട്ടായിരിക്കും പല ആൾക്കാരും ഇന്നിപ്പോൾ എൻ്റെ ഈ ഒരു റിവ്യൂ കണ്ടിട്ടുണ്ടാവുക. ഫസ്റ്റ് ഹാഫ് കണ്ടേക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കാണ്, ഇന്ന് നമ്മളൊരു സബ്സ്ക്രൈബറിനെ കണ്ടേക്കുന്ന സമയത്ത് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഫസ്റ്റ് ഹാഫ് നല്ല നീറ്റായിട്ട് ചെയ്തു വെച്ചിരുന്ന ഒരു സിനിമയായിരുന്നു. ഈവൻ ദോ യെസ് കുറച്ച് എക്സാജറേഷൻ ഉണ്ട്, ഇല്ല എന്നൊന്നല്ല പറയണേ, പക്ഷേ വാസ് നൈസ്. നല്ലൊരു നീറ്റായിട്ട് ചെയ്തു വെച്ചിരുന്ന ഒരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു ഗോട്ട് എന്ന് പറയുന്ന സിനിമയ്ക്ക് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ. രണ്ടാം ഭാഗത്തിലോട്ട് എത്തിക്കുന്ന സമയത്ത് തലപതി വേഴ്സസ് ഇളയ തലപതി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. കാരണം അവസാനത്തിലോട്ടൊക്കെ എത്തുന്ന സമയത്ത് എന്താണ് ഇത്, ഏത് യൂണിവേഴ്സിലോട്ടാണ് പടം പോയിക്കണെന്നുള്ളത് തോന്നിക്കുന്ന തരത്തിലാണ്. ഇത് VP തന്നെ ചെയ്തു വെച്ചേക്കുന്ന പടമാണോ എന്ന് തോന്നിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ ഒരു പടം ചെയ്തു വെച്ചേക്കുന്നത്. ഗോഡ് സിനിമയുടെ വൺ ലൈൻ പറയുകയാണെന്നുണ്ടെങ്കിൽ സാഡ്സ് എന്ന് പറയുന്ന ഒരു ടീം അവരുടെ ഒരു മിഷൻ, അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന റിവെഞ്ച്. ഇത്രയും ഞാൻ പറയാനുള്ളൂ. കൂടുതൽ സ്പോയിലർ ഒന്നും പറയാനായിട്ട് ഞാൻ നിൽക്കണില്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ട്രെയിലർ കണ്ട സമയത്ത് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ബാക്കി നമ്മുടെ ഡീകോഡിംഗ് കണ്ടേക്കുന്ന ആൾക്കാർക്ക് കുറച്ചൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. സിനിമയുടെ ഒരു തുടക്ക ഭാഗം എന്ന് പറയുന്ന ഒരു ട്രെയിൻ സീക്വൻസ് കാണിച്ചുകൊണ്ടാണ്. നല്ല നീറ്റായിട്ടുള്ള സീക്വൻസ് ആയിരുന്നു, നല്ല നീറ്റായിരുന്നു, പറയാതെ പറ്റില്ല. സിനിമയെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ് റിവ്യൂകൾ വരുന്ന സമയത്തും ആ ഒരു സീക്വൻസ് എന്ന് പറയുന്നത് കാണാനുള്ള സാധനം ഉണ്ട്. കാരണം വിജയുടെ ഫൈറ്റ് സീക്വൻസ് ആണെന്നുണ്ടെങ്കിൽ വിജയനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഷോട്ട്, പ്രത്യേകിച്ച് ഞാൻ കാണാൻ പോയിരിക്കുന്ന തിയേറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ ചാലക്കുടിയിൽ തന്നെ ഏറ്റവും വലിയ തിയേറ്ററാണ്, കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ 4ാമത്തെ സ്ക്രീനായെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ചാലക്കുടി സുരഭിയിലായിരുന്നു ഞാൻ കാണാനായിട്ട് പോയിരുന്നത്. ചാലക്കുടി സുരഭിയിലെ പുതിയ സ്ക്രീൻ വന്നേക്കുന്ന സമയത്തും പുതിയ വലിയ സൗണ്ട് സിസ്റ്റം ഒക്കെ വന്നേക്കുന്ന സമയത്ത് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു തുടക്ക ഭാഗത്തുള്ള സീക്വൻസുകൾ എന്ന് പറയുന്നത്. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഈ ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കുന്നതാണെന്നുണ്ടെങ്കിലും വിജയുടെ ഒരു ടൈറ്റിൽ കാർഡ് കാണിക്കുന്നതൊക്കെ ഭയങ്കര രസമായിരുന്നു. നമ്മൾ ട്രെയിലറിനകത്ത് കണ്ടായിരുന്നു ഒരു ടൈറ്റിൽ കാർഡ്, അതൊക്കെ അടിപൊളിയായിട്ട് ഈ ഒരു സിനിമയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പാട്ട് സീക്വൻസ് ഒക്കെ കാണിച്ചുകൊണ്ട് ഒരു ദളപതി പടമാണ്. ദളപതി ഫാൻസിന് വേണ്ട ഒരുപാട് മസാലകളൊക്കെ ചേർത്തുകൊണ്ടും ഒപ്പം തന്നെ സാധാരണ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം നല്ല സ്ക്രിപ്റ്റ്, നല്ല കണക്റ്റഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ്, ഫാമിലി ഓഡിയൻസിനാണെങ്കിലും അതുപോലെ യങ്സ്റ്റേഴ്സിനാണെങ്കിലും സിനിമ കാണാൻ പോകുന്ന സമയത്ത് കിട്ടേണ്ട എല്ലാ എലമെൻസുകൾ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള നല്ല സ്ക്രിപ്റ്റും നല്ല സെറ്റപ്പായിട്ടായിരുന്നു ഫസ്റ്റ് ഹാഫ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ഇവിടെ നിന്നാണ് സിനിമയുടെ ഏറ്റവും വലിയ പരാജയം സ്റ്റാർട്ടാവുന്നത്. സിനിമയുടെ ഒന്നാം ഭാഗത്തെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് വിജയാണ്. വിജയുടെ ഒരു അപ്പിയറൻസ്, വിജയുടെ ക്യാരക്ടർ, അദ്ദേഹത്തിൻ്റെ സ്വാഗ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ടാം ഭാഗത്തിലോട്ട് എത്തുന്ന സമയത്ത് ഈ സിനിമയുടെ ഏറ്റവും വലിയ പരാജയം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വിജയുടെ ക്യാരക്ടർ തന്നെയാണ്. കാരണം VP 400 കോടി രൂപയുടെ ഒരു സാധനം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ചെയ്ത് വെച്ചേക്കുന്ന DAging ടെക്നോളജി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നെ സഹിക്കാൻ പറ്റില്ല. കാരണം ലിപ്സിങ്ക് പോലും കറക്റ്റ് ആവാത്ത രീതിക്കുള്ളൊരു DAging ടെക്നോളജിയാണ് ഈ സിനിമയുടെ രണ്ടാം ഭാഗത്ത് യൂസ് ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ എന്തോ ചെയ്തു വെച്ചേക്കണില്ല, അതായത് വീണ്ടും റീമാസ്റ്റർ ചെയ്യുന്ന സമയത്തോ കൈൻഡ് ഓഫ് എന്താണെന്ന് എനിക്കറിയില്ല, ലിപ്സിങ്ക് പോലും കറക്റ്റ് ആവാത്ത തരത്തിലാണ് ഇവർ ഈ സിനിമ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഒരു എറർ എന്തായാലും കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഈ സിനിമയുടെ കണ്ടേക്കുന്ന എല്ലാവർക്കും എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന DAging ടെക്നോളജിയാണ്. ഭയങ്കര മോശമായിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത്. വിജയുടെ യങ്ങർ വേർഷൻ വാസ് ബെറ്റർ. കാരണം നമ്മൾ പറഞ്ഞായിരുന്നു കുറേ ആൾക്കാർ ട്രോൾ ചെയ്തായിരുന്നു വിജയുടെ യങ്ങർ വേർഷൻ ക്യാരക്ടർ, ഇളയ തലപതി ക്യാരക്ടർ ഒക്കെ ആയിരുന്നു ആക്ച്വലി. പക്ഷേ അദ്ദേഹത്തിൻ്റെ തന്നെ വീണ്ടും ഒരു പഴയ ഒരു കാലഘട്ടം കാണിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്, ചെറുതായിട്ട് നിൽക്കുന്ന ഒരു സീക്വൻസ് കാണിക്കുന്നുണ്ട്. അവിടെ യൂസ് ചെയ്തിരിക്കുന്ന DAging ടെക്നോളജി ഭയങ്കര ഓവറായിട്ട് തോന്നി. തലപതി വേഴ്സസ് ഇളയ തലപതി എന്ന് പറയുന്ന ഒരു സംഭവം വെച്ചുകൊണ്ടാണ് സിനിമയുടെ ഫസ്റ്റ് ഹാഫ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമ്മൾ സെക്കൻഡ് ഹാഫിലൂടെ പ്രതീക്ഷിക്കുന്നത് ഒരു ഭയങ്കരமான സംഭവമാണ് നമ്മൾ ചിന്തിച്ച് കണ്ടു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോയി. കാരണം സിനിമയുടെ ഒന്നാം ഭാഗത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, നല്ല സ്ക്രിപ്റ്റ്, നല്ല കൊറിയോഗ്രാഫി കാര്യങ്ങൾ, രണ്ടാം ഭാഗത്തിലോട്ട് എത്തുന്ന സമയത്ത് ഇതൊന്നും ഇല്ല. കാരണം രണ്ടാം ഭാഗത്തിലോട്ട് എത്തുന്ന സമയത്ത് ഈ ആദ്യം പറഞ്ഞിരിക്കുന്ന സ്റ്റോറിയുടെ കണക്ഷനൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. രണ്ടാം ഭാഗത്തിൻ്റെ ഒരു പകുതിയോളം എത്തുന്ന സമയത്ത് പിന്നെ നമുക്ക് സിനിമ എന്താണ് ഇവിടെ കാണിച്ചു വെച്ചേക്കണെന്നുള്ളൊരു തോന്നൽ നമുക്ക് വന്നു പോകും. എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യം ഈ തലപതി വേഴ്സസ് ഇളയ തലപതി എന്ന് പറയുന്ന കുറേ സീക്വൻസുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇവരിങ്ങനെ ഒരു ടോം ആൻഡ് ജെറി പോലത്തെ ഒരു പരിപാടി ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ കണ്ടുപിടിക്കും നിൽക്കുന്ന സമയത്ത് കണ്ടുപിടിക്കാൻ പറ്റാത്ത ആ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന രീതി നല്ല രസമായിരുന്നു. പക്ഷേ ഇത് കണ്ടുപിടിച്ചതിന് ശേഷം, ഈ വ്യക്തി ആരാന്നുള്ളൊരു കാര്യം കണ്ടുപിടിച്ചതിന് ശേഷം പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഉള്ള കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ക്ലൈമാക്സിൻ്റെ ഭാഗത്തേക്കുള്ള സംഭവം എന്ന് പറയുന്നത് ഭയങ്കര അപരാധമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം CSK മാച്ച് കാണിച്ചുകൊണ്ടുള്ള കുറച്ച് സീക്വൻസുകളൊക്കെ ഉണ്ട്. അവിടെ ബൈക്ക് പോകുന്ന സീക്വൻസുകളും എന്താ പറയുക, ഈ മറ്റേതിൻ്റെ മുകളിൽ കൂടെയൊക്കെയാണ് പോകുന്നത്, നമ്മുടെ ഈ സ്റ്റേഡിയത്തിൻ്റെ മുകളിൽ കൂടെയൊക്കെയാണ് ബൈക്ക് കൊണ്ട് പറന്നു പോകണം. ഒരു വല്ലാത്തൊരു സീൻ സാധനമായിരുന്നു.
ഒന്നും പറയാനായിട്ടില്ല. കാരണം ഈ ആദ്യ ഭാഗം ഡയറക്റ്റ് ചെയ്ത ആ ഒരു ഡയറക്ടറും ആ ഒരു ടീം തന്നെയാണ് രണ്ടാം ഭാഗം ചെയ്തെന്നുള്ളൊരു കാര്യം തോന്നിപ്പോയി. അത്ര നന്നാവേണ്ടിയിരുന്നൊരു പടം രണ്ടാം ഭാഗത്തിൽ നല്ല കോളാക്കി തന്നെന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നിയത്. കാരണം രണ്ടാം ഭാഗത്തിൽ കയ്യിൽ പോയിട്ടുണ്ട്, അത് പറയാതെ പറ്റില്ല. കാരണം ഒരു തരത്തിൽ നമുക്ക് അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത തരത്തിലാണ് ഈ ഒരു പക്ക വെരിത്തനമായി പോയി എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നിയത് രണ്ടാം ഭാഗം. ഈ സിനിമ ഒരു വെങ്കട് പ്രഭു യൂണിവേഴ്സിൽ വരുന്ന സിനിമയായിരിക്കും എന്നുള്ളൊരു കാര്യം മുന്നേ ഒരുപാട് റൂമറുകൾ വന്നായിരുന്നു. മൺകാത്ത പോലുള്ള കുറേ സിനിമകളുടെ കണക്ഷൻസുകൾ ഈ സിനിമയിൽ വരും എന്നുള്ളൊരു കാര്യം പറഞ്ഞായിരുന്നു. ഡയറക്റ്റ് ആയിട്ടുള്ള കണക്ഷൻസുകളൊന്നുമില്ല. പക്ഷേ യെസ്, ഒരുപാട് ഫാൻ ബോയ് സംഭവങ്ങൾ ഈ സിനിമയിലുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ സൂര്യയുടെ കങ്കുവയുടെ ഒരു റെഫറൻസ് ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തലാജിത്തിൻ്റെ തല എന്ന് പറയുന്ന ഡയലോഗ്, ഒപ്പം തന്നെ ധോണിയുടെ റെഫറൻസ്. വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് ബോറടിപ്പിക്കാത്ത രീതിക്ക് ഈ സിനിമ സെറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് പോരായ്മകൾ ഈ സിനിമയിൽ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യം തന്നെയാണ് ഈ ഒരു സിനിമയിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എനിവേസ് ഒരു വൺ ടൈം വാച്ചാണ് ഈ ഒരു സിനിമ. കാരണം ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഇമ്പാക്ട് അതൊരു നല്ല രസമുള്ള ഒരു ഇമ്പാക്ട് തന്നെയാണ്. പ്രത്യേകിച്ച് വലിയൊരു ക്യാൻവാസിൽ വന്നിരിക്കുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ ഒരു വിജയ് പടം എന്നുള്ള രീതിക്ക്, ഒരു വിജയ് ആരാധകനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. പേഴ്സണലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനും ചാൻസ് ഉണ്ട്. പക്ഷേ ടോട്ടലി ഞാൻ ഉദ്ദേശിച്ചത് മൊത്തത്തിലൊരു റിവ്യൂ നമ്മൾ പറയുന്ന സമയത്ത് ഒരു സാധാരണ ഇപ്പോൾ ഒരു നോൺ വിജയ് ഫാനിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു സിനിമേനെ ഇഷ്ടപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ടെന്നുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് മൊത്തത്തിൽ തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്. ഈ സിനിമയുടെ ഒരു ക്യാൻവാസും ബഡ്ജറ്റൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇതിലും ബെറ്റർ ആക്കാമായിരുന്നു, ഇതിലും ബെറ്റർ ഒരു സ്ക്രിപ്റ്റ് സെറ്റ് ചെയ്യാമായിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഇത്രയും വലിയൊരു നടനെ കിട്ടിയേക്കുന്ന സമയത്ത് നമുക്കറിയാം, അവസാന സിനിമകൾ വന്നേക്കുന്ന സമയത്ത് കാർത്തിക് സുബ്രാജ് അടക്കം ഒരുപാട് ഡയറക്ടേഴ്സ് ആയിരുന്നു ഇദ്ദേഹത്തിന് വേണ്ടി ടൈം സെറ്റ് ചെയ്തായിരുന്നത്. സോ ഒരുപാട് ഡയറക്ടേഴ്സിൽ നിന്നും പിച്ച് ചെയ്തേക്കുന്ന ഒരു ഡയറക്ടറാണ് വെങ്കട് പ്രഭു എന്ന് പറയുന്ന സമയത്ത് വെങ്കട് പ്രഭു ഹീറോ എന്ന് നമ്മൾ പറഞ്ഞ് കാണുന്ന സമയത്ത് അത്രയും വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. എനിക്ക് ആ ഫാദർ ക്യാരക്ടറിന് ഭയങ്കര ഇഷ്ടമായി. ഫാദർ എന്ന് പറയുന്ന ഗാന്ധി എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ചെറുപ്പകാലമാണെന്നുണ്ടെങ്കിലും പ്രായമായിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ആ ലുക്സ് കുറച്ച് മോശമാണെന്നുണ്ടെങ്കിൽ ആ പെർഫോമൻസ് വാസ് വെരി നൈസ്. കാരണം പ്രത്യേകിച്ച് ഒരു മെട്രോ സീക്വൻസിന് അത് വരുന്നുണ്ട് ഈ സിനിമയുടെ ഒരു മിഡിൽ പാർട്ടിലായിട്ട്. സിനിമയുടെ ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനത്തുന്ന സമയത്ത് ഒരു മെട്രോ സീക്വൻസ് വരുന്നുണ്ട്. ആ സമയത്തുള്ള ആ ഒരു സീൻ എന്ന് പറയുന്നത് ഭയങ്കര രസമായിരുന്നു. സോ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അപാകതകളുള്ള ഒന്നാം ഭാഗം വന്നാൽ നല്ല നീറ്റായിട്ട് ചെയ്തു ചേർന്നൊരു സിനിമ. അത് അതേ പേസിൽ തന്നെ രണ്ടാം ഭാഗത്തും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരു ഡീസൻറ്റ് പടം എന്ന് പറയാൻ പറ്റുന്ന തരത്തിൽ സെറ്റ് ചെയ്യായിരുന്നു. പക്ഷേ ഒന്നാം ഭാഗം നല്ല സെറ്റായിട്ട് കൊണ്ടുപോയിക്കൊണ്ട് രണ്ടാം ഭാഗത്തിലോട്ട് എത്തിക്കുന്ന സമയത്ത് കയ്യിൽ നിന്ന് പോയിക്കുന്ന ഒരു അപരാധമായി പോയി ഗോട്ട് എന്ന് പറയുന്ന സിനിമ എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നിയത്. അവസാന ഭാഗത്ത് ഒരു സീക്വൻസ് വരുന്നുണ്ട്. എനിക്കത് കണ്ട് ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മൾ ഡീകോഡിങ്ങിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഭയങ്കര കണക്ട് ആവുന്ന തരത്തിലുള്ള കുറേ സീക്വൻസുകൾ കാണാൻ പറ്റിയായിരുന്നു. വിജയുടെ കഥാപാത്രം എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന കഥാപാത്രത്തിനെ തീർക്കാനായിട്ട് ഈ വില്ലന്മാർ ഓർ കൈൻഡ് ഓഫ് ഇതിനകത്ത് വരുന്ന ടെററിസ്റ്റുകൾ തന്നെ വിടുന്ന മറ്റൊരു ക്ലോണാണോ ഓർ കൈൻഡ് ഓഫ് ഇദ്ദേഹത്തിന് തന്നെ DNA ഉപയോഗിച്ച് ഉണ്ടാക്കിയേക്കുന്ന ഒരു രൂപമാണോ എന്നുള്ളൊരു കാര്യം പോലും ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ഒരു പർട്ടിക്കുലർ സീക്വൻസ് ഒക്കെ ഞാൻ കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു വിജയമാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കാര്യമായിരുന്നു. അതായത് ഈ ട്രെയിനിനെ ചേസ് ചെയ്യുന്നത്, ഈ ട്രെയിനിൻ്റെ അകത്തിരിക്കുന്നത് ഒരു വിജയമാണ്. ഇയാളെ ചേസ് ചെയ്യാനായിട്ട്, ഇയാളെ കൊല്ലാനായിട്ട് വരുന്ന മറ്റൊരു വിജയമാണ് ഈ കാണുന്ന വിജയം എന്നുള്ളൊരു കാര്യം ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യം ഞാൻ ചിന്തിച്ചാൽ അതെനിക്ക് എനിക്കൊരു ഡീകോഡർ എന്നുള്ളൊരു എനിക്ക് ഭയങ്കര അഭിമാനം തോന്നിയൊരു നിമിഷമായിരുന്നു. പക്ഷേ അതൊഴികെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പടം മൊത്തത്തിൽ എനിക്കിതിനകത്ത് പ്രത്യേകിച്ച് വില്ലനെ കാണുന്ന സമയത്ത് പിടിച്ച് ചവിട്ടി വരയ്ക്കാൻ തോന്നും. ആ രീതിക്കുള്ളൊരു വൃത്തികെട്ട വില്ലനെയാണ്. അത് ആരാണെന്നുള്ളൊരു കാര്യം എനിക്കൊരു പിടിയില്ല. ഞാൻ ആളെ മുന്നേ കണ്ടിട്ടൊന്നുമില്ല. അത് ഭയങ്കര ബോറായിട്ട് തോന്നി. പിന്നെ ലോജിക്ക് വെച്ചിട്ട് നിങ്ങൾ കാണാൻ നിൽക്കണ്ട, കാരണം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും രണ്ടാം ഭാഗം കണ്ടിരിക്കാനായിട്ട്. എനിവേസ് നല്ലൊരു പടം ആവേണ്ടതായിരുന്നു, പക്ഷേ അതിനെ ഇങ്ങനെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്. എന്നടാ VP എന്നടാ പണി വെച്ചിരിക്കേ ഒന്നും പറയാനായിട്ടില്ല. ആ ലെവലിലാണ് പടം കൊണ്ടുവന്ന് എത്തിച്ചേക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് സിനിമ കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്.